നഷ്ടപരിഹാരം തരുന്നില്ല സർക്കാർ. ഇതെന്നാൽ വേലിയും നന്നാക്കാൻ പറഞ്ഞാൽ അതും നന്നാക്കൂല. ഇവിടെ ഫെൻസിങ്ങിന്റെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾ റെയിൽ ഫെൻസിങ് 4 സ്ഥലത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്ത് നന്നാക്കി തന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം ഇറങ്ങൂല. അത് നന്നാക്കൂല. ഞങ്ങൾ നന്നാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നാക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ സ്ഥിതി ഉള്ളത്. എങ്ങനെയും ജീവിക്കണ്ടേ? വേറൊരു തൊഴിലിന് പോകാൻ പറ്റില്ല. എത്രയും വയസ്സായി. ഇനി വെട്ടുപോലൊന്നും നോക്കാൻ പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് വാഴക്കൃഷി ഈ പ്രാവശ്യം ഇല്ലേ? വാഴക്കൃഷി ഇല്ല. എങ്ങനെ കിടക്കാൻ രാവും പകലും കഴിഞ്ഞ 800 കളഞ്ഞുകൊണ്ട് മക്കളെ ഞാൻ ഇട്ടിട്ടാണ് ഇവരെ ഇട്ടിട്ടാണ് ഞാൻ മാറത്തെ പോകുന്നത് കാവലിന്. എന്നിട്ടും കിട്ടുന്നില്ല. നാട്ടുകാർ മുഴുവൻ ഇനി നമ്മുടെ പട്ടയഭൂമിയിൽ ഇറങ്ങുന്ന വനത്തിലോട്ട് കയറിയിട്ടില്ല. നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങുന്ന എന്ത് സാധനത്തിനും സ്വയം പ്രതിരോധിക്കുക. അത് കിട്ടുന്ന എന്ത് സാധനം കൊണ്ട് നമുക്ക് എന്താണോ പ്രതിരോധിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് അനുശാസിക്കുന്ന എന്ത് സാധനം കൊണ്ടും അതിന് ആ മൃഗങ്ങൾ ചത്താലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള അതിൻ്റെ ഇത് മൊത്തത്തിൽ നാട്ടുകാർ ഒന്നടങ്കാണ് ആ പരിപാടിയിൽ ഏർപ്പെടുന്നത്. ഒരു 2 ദിവസം മുമ്പ് ഇറങ്ങി. പിന്നെ അതിനു മുമ്പ് പല പ്രാവശ്യം മുകളിൽ ആ ഭാഗത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പാപ്പളശ്ശേരി ഇങ്ങോട്ട് വന്നേക്കുന്ന കൽമതിൽ കൊണ്ട് നിർത്തിയേക്കുന്ന കൂടലൂർ വരെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ ബത്തേരി സത്രംകുന്നിന്ന് ഒരു വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് വർക്ക് പോകേണ്ടത് ശരിക്കും ഒരു പണി നിർത്തിയതിൻ്റെ അവിടെ നിന്നാണ് ബാലൻസ് പോകേണ്ടത്. ആ പോകേണ്ടതിന് പകരം സത്രംകുന്നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു 13 കിലോമീറ്റർ 16 കിലോമീറ്ററിനടുത്ത് റെയിൽ ഫെൻസ് ഇങ്ങോട്ട് വെച്ചു. അതിനിടയ്ക്ക് ഒരു 2.5 കിലോമീറ്റർ ആനകൾക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ടൊരു കടവ് അവർ സൃഷ്ടിച്ചിട്ടേക്കുന്നതാണ്. അവിടെ കൽമതിൽ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ആവശ്യം നിരാകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനയ്ക്ക് എളുപ്പം കടന്നു വരാൻ ഒരു പേരിന് വേണ്ടി ഒരു ഹാങ് ഫെൻസിങ് ഇപ്പം തുടങ്ങുന്നുണ്ട്. ഇവിടെ നാട്ടുകാരുടെ മുഴുവൻ എതിർപ്പ് അവഗണിച്ചാണ് അവരതിരുന്നത്. കൽമതിൽ കെട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സാഹചര്യത പരിഹാരമായിരിക്കും. കൽമതിൽ മാത്രം വന്നാലേ ഇതിനൊരു പരിഹാരമുള്ളൂ. അത് വെറുതെ ഈ പൈസ എല്ലാം വേസ്റ്റ് ആകുകയാണ്. ഈ ഫെൻസിങ് ഇട്ടതും അല്ല ഇപ്പോൾ ബാറ്റിൻ്റെ അത് കൊടുക്കുന്നത് ഈ പൈസ എല്ലാം കൂടി മതി. നമുക്ക് കുറേശ്ശെ ഘട്ടം ഘട്ടമായിട്ട് കെട്ടിത്തരുവാണെങ്കിലും കൽമതിലാണ് കടക്കൂല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വാകേരി മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ പല തവണ ഈ ഒരു പ്രദേശത്ത് പല തവണ വന്നിട്ടുണ്ട്. പല വിഷയങ്ങളുമായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഏറ്റവും ആദ്യം നമ്മളിവിടെ വന്നത് പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നിരവധി തവണ ഇവിടെ ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കടുവ ഇറങ്ങി 10-20 പന്നികളെ 10-20-28 പന്നികളെയൊക്കെ ഒറ്റ ഫാമിൽ നിന്ന് തന്നെ ഒറ്റ രാത്രി കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ വളരെ ഭീകരമായുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ പോയി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒരു ഓട്ടോറിക്ഷ, ഒരു വീണ്ടും മുൻവശത്ത് ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത് തകർത്ത ഒരു സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഒരു കോഴിക്കോട് തകർക്കുന്ന ഒരു സംഭവം കണ്ടിരുന്നു. അതുമാത്രമല്ല ആളുകളെ കാട്ടാന കൊല്ലാനായിട്ട് ഓടിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടെ കുംക്യാനകളെ കൊണ്ടുവന്നിരുന്നു. ഈ ഒരു കാട്ടാനകളെ നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന കാട്ടാനകളെ തുരത്താനായിട്ട് കുംക്യാനകളെ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ വിഷയം ഞാൻ കുറച്ചിപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ കുംക്യാനകളെ കൊണ്ടുവന്നിരുന്നു. കുംക്യാനകളെ കൊണ്ടുവന്ന് 8-10 ദിവസം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഈ ഒരു പ്രദേശത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഒരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ ഒരു ദിവസങ്ങളിലൊക്കെ നിരവധി തവണ കാട്ടാന ഈ പ്രദേശത്ത് ഇറങ്ങുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുംക്യാനകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏതായാലും കുംക്യാനകൾ ഇവിടുന്ന് പോയി. ഈ പ്രദേശത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങളും ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രദേശത്തുണ്ടായ കാട്ടാന മൂലം ഉണ്ടായ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നാട്ടുകാരെ, നിങ്ങൾ ഈ കാണുന്നത് നിരപ്പൻ ശശിന്റെ വാഴത്തോട്ടവും കവുങ്ങ്, തെങ്ങ്, വാഴ, കാപ്പി എന്നിവ ഈ കഴിഞ്ഞ രാത്രി 2 ആന ഇറങ്ങി നശിപ്പിച്ചതാണ്. അതിൽ ഈ 2 ആന വരുന്നതിൽ ഒരാന ഭയങ്കരമായിട്ട് ആക്രമണം ചെയ്യുന്നതും ആളെ ഓടിച്ചിട്ട് പിടിക്കുന്നതും വണ്ടി കണ്ടാൽ കുത്തി നശിപ്പിക്കുന്നതുമായ ആനയാണ്. ആ ആനയെ എത്രയും പെട്ടെന്ന് മയക്കൊടി വെച്ച് പിടിച്ച് അതിനെ മുത്തങ്ങയിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ ശക്തമായി പറയുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആന എന്ത് സാധനം കണ്ടാലും നശിപ്പിക്കും. ആൾക്കാരെ പരിക്കകത്ത് ഓടിച്ചിട്ട് പിന്നേലേക്ക് കയറ്റി കുത്താൻ ശ്രമിക്കുന്ന ആനയാണ്. ഭയാനകമായ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ആനയാണ് ഈ 2 ആനയിൽ ഒരാന. അതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് മുത്തങ്ങയിലേക്ക് ആക്കണമെന്ന് നാട്ടുകാർ ഒന്നായിട്ട് പറയുകയാണ്. അതിനും ഇവിടുന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവിടെ
ഈ കാണുന്നതിൽ കൂടുതൽ ആർക്കും നികത്താൻ കഴിയാത്തത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യനെ വരെ ഇവിടുന്ന് മാരകമായി കുത്തിമുറിവേൽപ്പിക്കുകയും മരണത്തിലേക്ക് വരെ എത്തിക്കുകയും നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത്രയും അക്രമം ഈ മൂടപ്പള്ളി പ്രദേശത്ത് വിതച്ചിട്ട് ആ ആന ഇവിടുന്ന് മടങ്ങിപ്പോകുള്ളൂ എന്ന് പിന്നെ ജനങ്ങൾ ഒന്നായി നിന്ന് പറയാണ്. അതിനെ എത്രയും വേഗം തളച്ച് പിന്നെ മയക്കൊടി വെച്ച് പിടിക്കണമെന്ന് മൂടപ്പള്ളിയിലെ പ്രദേശവാസികൾ ഒന്നായിട്ട് പറയുകയാണ്. ഈ സൈസേറിന്റെ കാണുന്ന ഈ തെങ്ങ്, വാഴ, കവുങ്ങ്, കാപ്പി, നൂറുകണക്കിന് കാപ്പിയും 100 കണക്കിന് വാഴയും 10 തെങ്ങും ഈ കഴിഞ്ഞ രാത്രി ഈ 2 ആന ഇറങ്ങി നശിപ്പിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ജനാർദ്ദനൻ. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടല്ലേ? കഴിഞ്ഞ വർഷം എന്റെ 800 വാഴ കളഞ്ഞിട്ടുണ്ട്. ഒരു നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടുമില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഈ ചേട്ടന്റെ വാഴ ആന കളഞ്ഞ ഒരു ഇതൊക്കെ എടുക്കാനായിട്ട് നമ്മളിവിടെ വന്നിരുന്നു. അന്ന് നമ്മൾ കണ്ടാണ് വളരെ ഭീകരമായിട്ട് ചേട്ടന്റെ 800 വാഴകളൊക്കെ കളഞ്ഞൊരു കാഴ്ചയൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ കാണിച്ചാണ്. അതിന്റെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ല. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ? ഒരു വർഷം കഴിഞ്ഞ് ഒരു 5 പൈസ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല ഇവിടെ. ഒരു മാർഗ്ഗമില്ല എന്ന് വെച്ചാൽ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. വണ്ടി വിളിച്ചാൽ ഒരു വണ്ടിക്കാർ വരെ ഇങ്ങോട്ട് വരില്ല. നമ്മൾ ഈ റോഡ് കട കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല. 6 മണി കഴിഞ്ഞ ഒരു ഓട്ടോറിക്ഷ വിളിച്ച ഒരു ആശുപത്രി പോകാനോ ഒരു രോഗിനെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഡെയിലി ഇറങ്ങുകയാണ്. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട്? ഞാനിവിടെ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെ. ഇവിടെ തന്നെ 57 വയസ്സായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. കഴിഞ്ഞ കൊല്ലം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ഭയങ്കര വിഷയം തന്നെയായിരുന്നു. ഇപ്രാവശ്യം കൂടുതലാണ്. വീടുകളിൽ കൂടി കയറി ആക്രമിക്കുകയാണ്. വീട്ടിൽ കാർ നിർത്തിയിട്ടാലും ഓട്ടോറിക്ഷ തൊഴുത്ത് അങ്ങനെ കോഴിക്കോട് എല്ലാം കാണുന്നൊക്കെ അവന് കണ്ണ് കാണുന്നൊക്കെ അടിച്ചു പൊളിച്ച് നശിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം കുങ്കിയാനകളെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ട് എന്തായിരുന്നു ഇവിടെ? അതിനെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടുക, നമ്മളെ ഭാഗത്ത് കെട്ടുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങൂല. അപ്പോൾ അപ്പുറം പോയിട്ട് അപ്പുറത്തോടെ അങ്ങ് കയറി ടൗണിലോട്ടൊക്കെ പോവുക. ആ ടൗണിൽ പോയിട്ട് അവിടെ ഇറങ്ങുക. അവിടെ കൊണ്ട് കെട്ടുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരിക. ഇവന്മാരെ ഓടിക്കാൻ കിട്ടൂല. ഓടിക്കുന്നില്ലായിരുന്നു. ഓടിക്കുന്ന ഇവന്മാരെ കണ്ടിട്ട് വേണ്ട ഓടിക്കാൻ. ഇവന്മാരെ ഇവിടെ കെട്ടി പിന്നെ അവിടെ കൊണ്ടുവരുമ്പോഴേക്കും അവന്മാരെ പാട്ടിന് പോകും. കാട്ടാനകൾ പിന്നെ ഓടിക്കാൻ കിട്ടൂലല്ലോ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ കുങ്കിയാന് 10 ദിവസം ഉണ്ടായിരുന്നു. 10 ദിവസം ആന വന്നിട്ടുമുണ്ട് ഇവിടെ. ഇവിടെ അല്ലെങ്കിൽ ആന ഇവിടെ വരുന്നുണ്ടായിരുന്നു. അവർ കൊണ്ട് കെട്ടിയിട്ടും ആന വരുന്നുണ്ടായിരുന്നു. ഇവിടെ കെട്ടുമ്പോൾ ഈ ഭാഗത്ത് ഇറങ്ങൂല, നമ്മളെ ഭാഗത്ത് ഇറങ്ങൂല. കൂടല്ലൂര്, ശ്രീനാരായണപുരം, മണ്ണുണ്ടി അമ്മാർ ആ ഭാഗത്തൊക്കെ ഇറങ്ങും. ഇവിടെ ഇവന്മാർ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. ഒരേ ആനകൾ തന്നെയല്ലായിരുന്നു? 2 എണ്ണം വരും, 2-3 എണ്ണം വരും. വലിയ രീതിയിലുള്ള നാശനഷ്ടം. വലിയ രീതി ഇതുണ്ടല്ലോ സാറേ. നമ്മളെ കാപ്പിയൊക്കെ ഓരോ പോക്ക് ഇതിലെ പോകുമ്പോഴാണ് ഈ ഇതൊക്കെ ആന കളഞ്ഞ. ഇതാ കാണിച്ചു തരാം. ഇത് ഒരു കായൊന്നുമല്ല. എത്ര കാപ്പിയോ മാവ് വിൽക്കാൻ വന്നിട്ട് സാധാരണ മാവിന്റെ വീട്ടിൽ വാങ്ങാൻ പഴം പൊറുക്കാൻ വരുന്ന ഇതുണ്ട്. ഇതേ മോണക്കാണ് നമ്മളെ ആദായം കംപ്ലീറ്റ് കളയാല്ലേ. കാപ്പി ഇത് പോണ പോക്കിന് ഇത് കണ്ടില്ലേ? ഇതുണ്ട്. ഇതൊക്കെ സാറേ ഇതിപ്പം പോണ പോക്കാണ്. ഇതേ പോണക്ക് റെക്കകൾ ഒടിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ? ഈ കാപ്പിന്റെ ഇടയിൽ കൂടി ഇപ്പം പോയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളതാ ഒരു 10-20 കിലോ കാപ്പിക്കുരു പോകും. പിന്നെ ഞങ്ങൾ കഷ്ടപിടിച്ച് എങ്ങനെയും ജീവിക്കണ്ടേ? വേറൊരു തൊഴിലിന് പോകാൻ പറ്റില്ല. എത്രയും വയസ്സായി. ഇനി വെട്ടുപോലൊന്നും നോക്കാൻ പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് വാഴക്കൃഷി ഈ പ്രാവശ്യം ഇല്ലേ? വാഴക്കൃഷി ഇല്ല. എങ്ങനെ കിടക്കാൻ രാവും പകലും. കഴിഞ്ഞ 800 എണ്ണം കളഞ്ഞുകൊണ്ട് മക്കളെ ഞാൻ ഇട്ടിട്ടാണ് ഇവരെ ഇട്ടിട്ടാണ് മാറത്തെ പോകുന്നത് കാവലിന്. എന്നിട്ടും കിട്ടുന്നില്ല. കിട്ടിയില്ല. എവിടെ കിട്ടി? രാവും പകലും കാത്തിട്ട് അതിന്റെ നഷ്ടപരിഹാരം കിട്ടി. നഷ്ടപരിഹാരം തരുന്നില്ല സർക്കാർ. ഇതെന്നാ ഈ വേലിയും നന്നാക്കാൻ പറഞ്ഞാൽ അതും നന്നാക്കൂല. ഇവിടെ ഫെൻസിങ്ങിന്റെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. റെയിൽ ഫെൻസിങ് 4 സ്ഥലത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്ത് നന്നാക്കി തന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം ഇറങ്ങൂല. അത് നന്നാക്കൂല. ഞങ്ങൾ നന്നാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നാക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ സ്ഥിതിയുള്ളത്. അത് എത്ര സ്ഥലത്ത്? കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ റെയിൽ ഫെൻസിങ്. ഒരു 4-5 സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ കയറി കണ്ടിട്ടുണ്ട്. അവരോട് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇറങ്ങുന്നത്. അതിൽ തന്നെ ഇറങ്ങുന്നത് 4 സ്ഥലത്തോടെയാണ് ഇത് ഇറങ്ങുന്നത്. ഇപ്പൊ പുതിയ ഫെൻസിങ് എന്തൊക്കെയോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുതിയത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കറണ്ടിന്റെ അതുകൊണ്ടൊന്നും ഉപകാരമില്ല. അതിന് മുമ്പ് എത്ര ബാറ്ററി ഇവിടെ വെച്ചതാ. അതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. അത് കുറച്ച് നാൾ നിൽക്കും. അത് കഴിഞ്ഞ് അത് മരം എന്തെങ്കിലും തള്ളിയിട്ട് അവനത് കറങ്ങാൻ പോരും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത്? പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരത് നന്നാക്കി തരുവാണെങ്കിൽ നമുക്ക് കുറേ പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. അത് നന്നാക്കുമല്ലോ പിടിക്കുമല്ലോ അതിങ്ങനെ കിടന്നു പോവുകയാണ്. കൽമതിൽ കെട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സാഹചര്യത പരിഹാരമായിരിക്കും. കൽമതിൽ മാത്രം വന്നാലേ ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്തിട്ട് ആവശ്യപ്പെട്ടില്ല. കൽമതിന്റെ കാര്യം ആവശ്യപ്പെട്ടിട്ട് കിട്ടുന്നില്ല. അത് വെറുതെ ഈ പൈസ എല്ലാം വേസ്റ്റ് ആകുകയാണ്.
ഈ ഫെൻസിങ് ഇട്ടതും അല്ല ഇപ്പോൾ വാറ്റിൻ്റെ അത് കൊടുക്കുന്നത് ഈ പൈസ എല്ലാം കൂടി മതി നമുക്ക് കുറേശ്ശെ ഘട്ടം ഘട്ടമായിട്ട് കെട്ടിത്തരുവാണെങ്കിലും കൽമതിലാണ് നല്ലതല്ലേ? കാൽമതിലാണ് കടക്കൂല. ഇതാ വട്ടത്താനി ഭാഗത്തൊന്നും ആന ഇതുവരെ കടക്കുന്നില്ല. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്നുവെച്ചാൽ അതാവൻ തകർക്കുന്നില്ല. ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. കൽമതിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലേ? അത് അവർ നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നല്ലാണ്ട് പിന്നെ അതിൻ്റെ ഇതെല്ലാം കിട്ടും. ഇന്നലെ തന്നെ 1,800 പേര് ജാഥയൊക്കെ നയിച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, രാഷ്ട്രീയം നോക്കാണ്ട് തന്നെ ജനങ്ങളും കുട്ടികളടക്കം കുടുംബത്തെ പെണ്ണുങ്ങളടക്കം ആണ് ഇറങ്ങി. എല്ലാവരും ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ പെണ്ണുങ്ങൾ നമുക്കൊരു ആശുപത്രി വണ്ടി വിളിച്ചാൽ വണ്ടി വരില്ല. ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് ആരോടും വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ അത് വരില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. രാത്രി പുറത്തിറങ്ങത്തില്ല, മുറ്റത്തോടെ നടക്കുന്നത്. നമ്മൾ മുറ്റത്തിറങ്ങുമ്പോൾ നമ്മളെ ഓടിച്ച് വരിക, നമ്മളെ അടുത്തേക്ക് വരികയാണ് മുറ്റത്ത് വരുമ്പോൾ. അങ്ങനെയാണ് ഇവിടെ ജീവിതം. ജനങ്ങളെല്ലാം പൊറുതിമുട്ടി. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് മൂടക്കൊള്ളി ടൗൺ എന്ന് പറയുന്നത്. ഈ ടൗണിന് ചേർന്ന് ഈ ഒരു വീട്ടിലൊക്കെ ആന എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ ആന കളഞ്ഞ? ഇതാണ് കളഞ്ഞ. ഇത് ആ വാഴ വീടിൻ്റെ മുറ്റത്ത് വന്നല്ലേ? വീടിന് മുറ്റത്ത് വന്നു. ഇവിടെ 2 ആനയാണ് വന്നത്. ഓഹോ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയെ? അത് തിരിച്ച് റോഡിൽ കയറി അതിൽ തന്നെ പോയി. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു രാത്രി ഒന്നും മുറ്റത്തിറങ്ങാനല്ല, ഒരാൾക്ക് സുഖമില്ലാതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമല്ലോ, ഒരു പരിപാടി നടക്കാത്ത. ഒരു പുറമേ ഒരു വണ്ടിക്കാരെ വിളിച്ച് മൂടക്കൊല്ലിക്കാന്ന് പറഞ്ഞാൽ രാത്രിക്ക് ഒരു ഓട്ടക്കാർ പോലും വരില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന റോഡിൻ്റെ അവസ്ഥ അതായാലും മോശം. കാരണം വണ്ടിക്കാർക്ക് ഇങ്ങോട്ട് വരാൻ എന്ത് മടിയാണ്. പിന്നെ പണ്ട് നമ്മുടെ ആ പ്രജീഷ് ഇവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആകാനായി. അന്ന് വന്ന എല്ലാ നേതാക്കന്മാരും നമ്മുടെ റോഡിൻ്റെ ഇതും ബാക്കിയുള്ള വന്യമൃഗശല്യത്തിൻ്റെ കാര്യം ഭയങ്കര ഉറപ്പ് പറഞ്ഞു. ലോക നേതാക്കൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നേതാക്കന്മാരും പ്രമുഖ നേതാക്കന്മാരും എല്ലാവരും വന്നായിരുന്നു. വന്നു കഴിഞ്ഞിട്ടും ഇതുവരെ അത് ഒരു തീരുമാന കാര്യങ്ങളൊന്നും ഇതേവരെ വന്നിട്ടില്ല. പിന്നെ വന്യമൃഗശല്യം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ കുറയുന്നുമില്ല. അതിന് ഫോറസ്റ്റുകാർക്ക് വെറും ഇങ്ങനെ ടൗണിലേക്കൊക്കെ ടൗണിൽ എല്ലാം ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നേരത്തെ വീട്ടിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ. ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭീകരതയാണ് ഇപ്പോൾ ഉള്ളത്. അവസ്ഥയാണ്. എല്ലാ വിളകളും കാർഷിക വിളകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന. കുങ്കിയാനകൾ വന്നിട്ട് ശല്യം ഒന്നും കൂടിയതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടിയിട്ടില്ല. കുങ്കിയാനേൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് അവരുടെ ആ പറമ്പിൻ്റെ തൊട്ട് മുമ്പിലുള്ള തെങ്ങും ബാക്കിയുള്ള സാധനങ്ങളും മറിച്ച് പോവുകയാണ് ഇത്. കുറച്ചുപേർ വന്നപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ കുങ്കിയാന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഇങ്ങോട്ട് വരില്ല. അവർ കുങ്കിയാനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗത്തിൽ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ഈ ഒരു തെങ്ങ് ഇത് പിന്നെ താഴോട്ട് കളഞ്ഞിട്ടുണ്ട്. താഴോട്ട് കളയാപ്പോൾ അതിൽ ഇറങ്ങിപ്പോയതാ. അത് അതിൽ തന്നെ വേറെ വരുന്നേ. ഇത് അന്ന് വന്നപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞു, അന്നേരം തന്നെ ഇറങ്ങിപ്പോയി. ഈ വാഴ കുറച്ച് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വാഴ കളഞ്ഞാലേ? ഈ വാഴ കളഞ്ഞത് ഇവിടെ ഇരുന്ന ചക്കയെ കൂടി. ഇത് ആനോന്ന് കുറച്ച് അതിൻ്റെ ചെളിയായിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ ആനേൻ്റെ ചെളിയാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഇരുന്ന് ചക്കമുറിയും സാധനമൊക്കെ എടുത്തിട്ട് പോയത്. ഈ സാധനം ഇതിലൊക്കെ ഇത് ആനേൻ്റെ ഇത് തന്നെയാണ് ഈ ചെളി ഇരിക്കുന്നത്. നമ്മൾ ബൈ ചാൻസ് ഒന്ന് ഒച്ചയായിട്ട് മുറ്റത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓടിക്കുന്നതിന് അത് കഴിഞ്ഞ് നമ്മൾ ജനൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ജനലിൻ്റെ ഇവിടെ ഒന്ന് കുറച്ച് നേരം നോക്കി ഇന്ന് ചങ്ങായങ്ങ് പോയി കുത്താൻ വേണ്ടി റെഡിയായിട്ട് വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് മറ്റേ മുത്തിമല അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾ ജസ്റ്റ് ഒന്ന് കഴിച്ചിലായതാ. അവന് ആദ്യം എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ബിനു, ഒരു നെടിയാങ്കിൽ ബിനുവിന്, പിന്നെ പാമ്പാറ വിലാസിനി, അവരുടെ പോർച്ച് വരെ ആന വന്ന് കയറി. പഴുവത്തുറമ്പിൽ ബാബുവിൻ്റെ അവിടെ വന്ന് കയറി. ആന ഇപ്പോൾ ഒരു മറ്റേ അക്രമം കാർഷിക വിളകളാണ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾക്കും വണ്ടികൾക്കും എല്ലാം നേരെ അക്രമം തുടങ്ങിയിട്ടുണ്ടല്ലേ.
അല്ല ഇതൊക്കെ ആനൻ്റെ കലാപരിപാടിയാണ്. ഇതൊക്കെ ഫുൾ പൂർണ്ണ വളർച്ചയെത്തി കാപ്പിയാണ്. ഈ കാപ്പിയൊക്കെ അങ്ങനത്തെ വലിയ കാപ്പികൾ, ഈ കാപ്പി, ഈ കാപ്പി, ഇതേ കാപ്പി, ഇതൊക്കെ ആനൻ്റെ ഫുൾ പരിപാടിയാണ്. ഇത് ആനൻ്റെയാണ്. ഇത് അങ്ങോട്ടുണ്ട്. ഇവിടെ എന്തും എന്തിനാണ് ഈ കാപ്പി? ഇത് ഇതിൽ നേരെ ഈ ചക്ക പറിക്കാൻ വേണ്ടി വരുന്നു, അല്ലാതെ ഇതിൽ പാസ് ചെയ്ത് പോകുന്നത് അടുത്ത സ്ഥലത്തോട്ട്, അടുത്ത തോട്ടങ്ങളിലോട്ടേ. ഇതല്ലേ ഇതൊക്കെ ഇത് കേട്ടോ. ഇതിൽ നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ കാണിച്ചിട്ടേക്കുന്നത്. ഇത് അങ്ങോട്ടുണ്ട് അതേ കണ്ടീഷന്. പോയ വഴിക്ക് എല്ലാം കാപ്പി. ഇതൊക്കെ ഈ കാപ്പിയൊക്കെ ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് പൊട്ടി, ഈ മഴയും കൂടെ ചെരിച്ച് കളഞ്ഞു, ഇതിൻ്റെയൊക്കെ വേര് പൊട്ടി. ഇനി ഇതൊക്കെ പോവുള്ളൂ. ഇതിലുള്ള കായും സാധനങ്ങൾ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുള്ളൂ. ഇതല്ലേ ഇത് അടുത്തത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ കമ്പ് ഒടിഞ്ഞു പോകുന്നത്, ഇതൊക്കെ ചരിച്ചു കളഞ്ഞാൽ ഇതൊക്കെ ചരിച്ചു കളഞ്ഞു. ഇത് നടക്കുമ്പം അത് പോകുന്ന വഴിക്ക് അത് വഴിയുണ്ടാക്കി പോകുന്നു. ഇതുപോലെ ഇങ്ങനെ കമ്പ് പിടിക്കുന്നത്, കമ്പ് പിടിക്കുന്നത്. ഇത് നടന്നു വരുമ്പോൾ അത് കമ്പ് ഒടിഞ്ഞു പോകുന്നത്. അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. ഇത് അവിടെയൊക്കെ കിടക്കുന്നുണ്ട് നിലത്തോടെ. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതാ പോയ വഴിക്ക് കംപ്ലീറ്റ്. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മേളിലൊരു പറമ്പുണ്ട്. അവിടെ ശരിക്കും എന്നാന്ന് വെച്ചാൽ വയലിൽ കൂടെ നടക്കണം. ഫുള്ളായിട്ട് ആന ചവിട്ടി ഇങ്ങനെ ചെളിയായിട്ട് നമുക്ക് അതിൽ ഇറങ്ങി നടക്കാൻ പോലും ഇതൊക്കെ ആനൻ്റെ കാൽപ്പാട. ഇതാ തെങ്ങ് കളഞ്ഞത്. ഇത് അപ്പുറം വേറെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് ഇതിലിങ്ങനെ ഓരോ പറമ്പിലേക്ക് പോകുന്നത്, ഓരോ പറമ്പിലോട്ട് പാസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നത്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. അല്ല, ഇതൊരു രാത്രി 10-11 മണിയാകുമ്പോഴത്തേനും വന്ന് ഇതിലേക്ക് പാസ് ചെയ്ത് പോയി പിന്നെ നേരം വെളുത്ത് കഴിയുമ്പോഴല്ലേ പിന്നെ തിരിച്ചു വരുന്നത്. ഇതിൽ തന്നെയാണ് പോകുന്നത് തിരിച്ച്? തിരിച്ച് ഇതിലേ പോവും. ആ റോട്ടിൽ കൂടെ വരും. അന്ന് തിരിച്ചു പോയപ്പോഴാണ് അതിൽ വന്നത്. ഇതൊക്കെ ഓടിച്ചതാ? ഇതൊക്കെ ഓടിച്ചതാ. ഈ കവുങ്ങ് കവുങ്ങ് അത് കേടായത് പോലെ. ഇതുണ്ടോ ഈ അങ്ങനെയുള്ള ഈ കമ്പില്ലേ, വലിയ ആനയാന്ന് തോന്നുന്നല്ലേ? ഇത് വലുതാ. എന്താ ഈ കമ്പൊക്കെ ഈ ആന പോകുമ്പോൾ ഒടിച്ചൊടിച്ചിരുന്നതാണ്. ഇല്ല ഇവിടെ ഒരു തെങ്ങ് തൈ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. കാപ്പിയൊക്കെ പോകുന്ന കംപ്ലീറ്റ് കളയും കേട്ടോ. ഇത് ആന കളഞ്ഞാണ്. അതിനിടയ്ക്ക് മാൻ്റെ ശല്യം അത് ഇതിനകത്തോടെ ഉണ്ട് ഫുള്ളായിട്ട്. ഈ തെങ്ങ് തൈ, ഈ തെങ്ങ് തൈ, ഇതൊക്കെ ആനേൻ്റെ കലാപരിപാടിയാണ്. മാൻ്റെ കാൽപ്പാടാട്ടെ കാണുന്നു. ഈ കൊടി, ഇതൊക്കെ മാനും കണ്ടവാനുണ്ടല്ലേ? മാനും കണ്ടവാനുണ്ട്. അട്ട ഇതിനകത്ത് ഭയങ്കര അട്ടയാണ്. ഇതിനകത്ത് ഭയങ്കര അട്ട. അവിടെ അട്ട കുറവാ. നമ്മളവിടെ എടുത്തില്ലേ, ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അട്ടൻ്റെ വേട്ടയാ. അപ്പം ഇങ്ങനെ തന്നെയല്ലേ ഈ പ്രദേശത്തുള്ള? ഉണ്ടോ ഇതൊക്കെ കാൽപ്പാടുകളാട്ടോ. പറമ്പിൽ ഇതുണ്ടോ അതൊക്കെ ഓടിച്ചു വെച്ചിരിക്കുന്നതാണ്. വന്യമൃഗശല്യം എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആകെ മൂടക്കൊല്ലിക്കാർക്കുള്ളൊരു പ്രശ്നം, ഇവിടെ വേറെ യാതൊരു വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് മൂടക്കൊല്ലിയിലുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇവിടെ എന്ത് സാധനം നട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ള മേഖലകളെ വെച്ച് നോക്കുമ്പം അതിന് നല്ലപോലെ കാർഷിക വിളകൾ എന്തും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ വെള്ളത്തിന് ഒരാളുകൾക്ക് പോലും വരൾച്ചേൻ്റെ ഒരു പ്രശ്നമില്ല, കാറ്റിൻ്റെ പ്രശ്നമില്ല, നമുക്ക് വേറെ വെള്ളപ്പൊക്കത്തിൻ്റെ അങ്ങനെ യാതൊരുവിധ പ്രകൃതി ദുരന്തങ്ങളും ഇല്ല. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള ഈ വന്യമൃഗശല്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തുകാർക്ക്. ഇവിടെ ശരിക്കും അതൊരു വൻ പ്രതിസന്ധി തന്നെയാണ്. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കാടും നാടും കൃത്യമായിട്ട് ഇവിടെ ഒരു 2.5 കിലോമീറ്റർ ആകെപ്പാടെ ഒരു തുറന്നു കിടക്കുന്ന സ്ഥലമുണ്ട്. അത് വനം വകുപ്പ് ശരിക്ക് ബോധപൂർവ്വം തുറന്നിട്ടാണെന്നാണ് ഡൗട്ട്. അതെന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് പാപ്പളശ്ശേരി ഇങ്ങോട്ട് വന്നേക്കുന്ന കൽമതിൽ കൊണ്ട് നിർത്തിയേക്കുന്ന കൂടലൂർ വരെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ ബത്തേരി സത്രം നിന്ന് ഒരു വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് വർക്ക് പോകേണ്ടത് ശരിക്കും ഒരു പണി നിർത്തിയതിൻ്റെ അവിടെ നിന്നാണ് ബാലൻസ് പോകേണ്ടത്. ആ പോകേണ്ടതിന് പകരം സത്രംകുന്നിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു 13 കിലോമീറ്റർ 16 കിലോമീറ്ററിനടുത്ത് റെയിൽ ഫെൻസ് ഇങ്ങോട്ട് വെച്ചു. അതിനിടയ്ക്ക് 2.5 കിലോമീറ്റർ ആനകൾക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ടൊരു കടവ് അവർ സൃഷ്ടിച്ചിട്ടേക്കുന്നതാണ്. അവിടെ കൽമതിൽ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ആവശ്യം നിരാകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനയ്ക്ക് എളുപ്പം കടന്നു വരാൻ ഒരു പേരിന് വേണ്ടി ഒരു ഹാങ് ഫെൻസിങ് ഇപ്പം തുടങ്ങുന്നുണ്ട്. ഇവിടെ നാട്ടുകാരുടെ മുഴുവൻ എതിർപ്പ് അവഗണിച്ചാണ് അവരതിരുന്നത്. അവർ വളരെ ഫലപ്രദമാണ്, ബാക്കിയുള്ളവട്ടത്തൊക്കെ ഇട്ട് വിജയിച്ചതാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഫോറസ്റ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട് ഇത് ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല. 100% അവർക്ക് ഉറപ്പുണ്ട്. അവരൊരു പേരിനൊരു പ്രഹസനം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഹാങ് ഫെൻസിങ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റേ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ ഫോറസ്റ്റുകാരെ കൊണ്ട് ഇത് ഫോറസ്റ്റുകാർ വന്യമൃഗശല്യം തടയുന്നതിൽ വെറും നിഷ്ക്രിയമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒന്നിനും സംരക്ഷണം നൽകാൻ തയ്യാറല്ലെന്നല്ല അവരൊരു പ്രവർത്തനം കാണിക്കുന്നു മാത്രം. അവർക്ക് എന്തായാലും കുഴപ്പമില്ല. അവരുടെ ഒരു ഫോറസ്റ്റുകാരുടെ ഒരു ഭാവം എന്നാ വെച്ചാൽ ആരെങ്കിലും ആന കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ 5 ലക്ഷം കൊടുക്കുന്നില്ല, അല്ല 10 ലക്ഷം കൊടുക്കുന്നില്ല. അവരുടെ ഔദാര്യമായിട്ട് അവർ കണക്കാക്കുന്നത്. അത് മതി. ഒരു സാധാരണക്കാരൻ്റെ ജീവന് അവരത്ര വില ഇടുന്നുള്ളൂ.
അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഇതിനെ പ്രതിരോധിക്കുന്ന ആളുകൾ ഇവിടെ ഒരു പിന്നെ സർവകക്ഷി യോഗം രൂപീകരിക്കുകയും അത് ഒരു സ്വയം പ്രതിരോധത്തിലോട്ട് നാട്ടുകാർ മുഴുവൻ ഇനി നമ്മുടെ പട്ടയഭൂമിയിൽ ഇറങ്ങുന്ന എന്ത് വനത്തിലോട്ട് കയറിയിട്ടില്ല, നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങുന്ന എന്ത് സാധനത്തിനും സ്വയം പ്രതിരോധിക്കുക. അത് കിട്ടുന്ന എന്ത് സാധനം കൊണ്ടും നമുക്ക് എന്താണോ പ്രതിരോധിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് അനുശാസിക്കുന്ന എന്ത് സാധനം കൊണ്ടും അതിന് ആ മൃഗങ്ങൾ ചത്താലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള അതിൻ്റെ ഇത് മൊത്തത്തിൽ നാട്ടുകാർ ഒന്നടങ്കാണ് ആ പരിപാടിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ സ്വയം പ്രതിരോധിക്കുക. ഫോറസ്റ്റുകാർ ഇതിനകത്ത് നിഷ്ക്രിയമാണ്. അതേപോലെ നമ്മുടെ ഇവിടെ മൂടക്കൊല്ലി മേഖലയിൽ ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് ആളുകൾ വന്യമൃഗശല്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ക്ലെയിമിന് വേണ്ടിയിട്ട്. അവർ പറയും വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തോന്ന് പറയും. പലർക്കും ഒരാൾക്ക് പോലും ഇത് കിട്ടിയ ചരിത്രമില്ല. അവർ എപ്പോൾ നോക്കിയിട്ടുണ്ട് DFOൻ്റെ പരിഗണന. DFO എന്ത് പരിഗണന എടുക്കുന്നതെന്ന് അറിയില്ല. നാട്ടുകാരെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന എടുക്കുന്നത്. DFO ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ഫയൽ വന്ന ഒരാഴ്ച പോലും പെൻഡിങ് ഇല്ലാന്ന്. ഇപ്പം നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ നമ്പർ വെച്ച് നോക്കിയിട്ടുണ്ട് DFOൻ്റെ പരിഗണനയിലാണെന്നുള്ളതല്ലാതെ ഇതേവരെ നമുക്ക് ക്യാഷ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് കാണിക്കുന്നത് കംപ്ലീറ്റ് DFOൻ്റെ പരിഗണനയില്ലേ. അപ്പോൾ ഇന്നാളെ ഒരു ദിവസം റേഞ്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഫണ്ട് വേണ്ടേ, ഫണ്ട് സർക്കാർ സാധാരണ ജനങ്ങളുടെ മുതലും പോയിട്ട് സർക്കാരിൻ്റെ ജനങ്ങൾ നമുക്ക് ഒരു വർഷത്തിൽ കൃത്യമായിട്ട് ഒരു കാപ്പിയല്ല മുളക് ഒരു വർഷത്തിൽ കൃത്യമായിട്ട് ആദായം എടുത്താൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വിറ്റാ പൈസ കിട്ടും. ഇത് ഒരു അപേക്ഷ എടുത്ത് നമ്മുടെ മുതലും കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു നമ്മൾ 2-3 കൊല്ലം നോക്കിയിരുന്നുണ്ട് നമുക്ക് DFOൻ്റെ പരിഗണന എന്ത് പരിഗണനയാണെന്ന് അത് മനസ്സിലാകാം. 2-3 കൊല്ലമായിട്ട് ഇവിടെ കൊടുത്ത് ഇവർ പറയുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കും കിട്ടിയ ഇവിടെ ഇപ്പം നമ്മൾ അപേക്ഷ കൊടുത്ത് പലരോടും ചോദിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ മൂടക്കൊല്ലി മേഖലയോട് എന്താണെന്ന് അറിയില്ല. ഫോറസ്റ്റുകാർക്ക് പ്രത്യേക ഒരു വിരോധമുണ്ട്. അവർ നമ്മുടെ എന്തൊക്കെ അവർക്ക് എങ്ങനെയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുമോ അതാണ് സംഭവം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ക്ലെയിം എന്ന് പറയുന്ന സാധനം കിട്ടുന്ന മൂടക്കൊല്ലി മേഖലയോട് പൊതുവേ ഒരു അവഗണന കൂടുതലുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട പ്രദേശത്ത് നിന്ന് കുറച്ചും കൂടെ മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു വീട്ടിലാണ് ഇവിടെയും ആന കയറിയിട്ടുണ്ട്. ചേട്ടാ പേരെങ്ങനെയാണ്? മാധവൻ. എന്നാ ചേട്ടാ ഇവിടെ ഇങ്ങനെ വന്നത്? ഒരു 2 ദിവസം മുമ്പ് ഇറങ്ങി. പിന്നെ അതിനു മുമ്പ് പല പ്രാവശ്യം മുകളിൽ ആ ഭാഗത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ടല്ലേ? നശിപ്പിച്ചിട്ടുണ്ട്. പറമ്പൊന്ന് ജസ്റ്റ് കാണിച്ചില്ല എവിടെയൊക്കെയാണ്? ഇതാണ് ഇവിടെ ഈ വാഴ ഓടിച്ചാൽ വെട്ടിയിട്ട് കളഞ്ഞു ഈ വാഴ. ഓഹോ, കാൽപ്പാടായിരിക്കില്ല കാണുന്നത്? അതെ, ആന കയറി കൽപ്പാടാണ്. അറിഞ്ഞായിരുന്നോ? ഇല്ല, മിനിങ്ങാന്നില്ല, കറണ്ടും ഇല്ല, മഴ. ചക്ക നോക്കി വരുന്നുണ്ടോ അല്ലേ? ചക്ക അറിഞ്ഞായിരുന്നു ചേട്ടൻ? മിനിങ്ങാന്ന് വന്ന് അറിഞ്ഞില്ല. ഓഹോ, ഇത് ഈ തെങ്ങുണ്ട്, ഇത് പറിച്ച് തെങ്ങ് അതിന് ആ തെങ്ങ് പോവുള്ളൂ അല്ലേ, അതിന് കൂമ്പ് പറഞ്ഞുള്ളൂ. പിന്നെ ഈ വാഴ കളഞ്ഞു എല്ലാം വീടിനോട് തൊട്ട് ചുറ്റുമുള്ള ഇതാ. പിന്നെ ആ വാഴ കളഞ്ഞതാ, ഞാൻ തളുക്കുന്നോർത്ത് വെട്ടിയിട്ടതാ. ഈ തെങ്ങിൻ്റെ 2 മരലേ പറിച്ചുള്ളൂ. ഈ തെങ്ങിൻ്റെ അത് കുരുത്തം പോലെ അത് എന്തോ പോയി. അതൊക്കെ അറിഞ്ഞോ? അല്ല, അറിഞ്ഞില്ല. ഞാൻ മഴയായിരുന്നില്ല, കറണ്ടും ഇല്ല, ഉറങ്ങിപ്പോയി. ഈ പ്രദേശം ഇപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ? അയ്യോ, ആണെന്നോ. അതുകൊണ്ടോ കാപ്പിയുടെ ഏറൊക്കെ വന്നിട്ട് ഓടിച്ചിട്ടേ ഇതൊക്കെ ഓടിച്ചാലേ. ഇതിലൊക്കെ എങ്ങനെ നടന്നു പോകുന്നുണ്ടാവില്ലേ രാത്രി? ഈ വഴി കൂടെ ഒക്കെ നടന്നു പോകുന്നതല്ലേ? ഇതൊക്കെ ഇതുകൊണ്ടോ കാപ്പികൾ എത്ര കാപ്പി കുടിച്ചു, നല്ല കുരുവുള്ള കാപ്പിയാണ് ഇതൊക്കെ. ബാക്കി വാഴ പോകുന്നതൊക്കെ സഹിക്കാം അല്ലേ? അതെ, കാപ്പി കൂടെ പോകുമ്പോൾ അല്ലേ? കാപ്പി മാത്രമേ ഉള്ളൂ ഇപ്പം വരുമാനം. അതെ, അതും കൂടെ കളയാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവും അല്ലേ? അതെ. കാപ്പിയുടെ കമ്പുകൾ കംപ്ലീറ്റ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ ഇത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു കാഴ്ച കാണുന്നത് കാപ്പി കർഷകർ ഇപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത് കണ്ടവാനം കളഞ്ഞല്ലോ. അവിടെ ആ വാഴ കളഞ്ഞാറിനെ പൊട്ടിച്ചു. ഈ തെങ്ങിന് പിടിച്ചില്ല, അല്ലെങ്കിൽ തെങ്ങ് കളഞ്ഞാൻ. ഇത് ഓടിച്ചു? ഇതൊക്കെ ഓടിച്ചതാ. ഇതൊന്നും നടന്നപ്പോൾ ഒടിഞ്ഞൊന്നും അല്ലല്ലോ. ഇത് നടന്നപ്പോൾ ഓടിച്ചാ? നടന്നത് ആന അങ്ങോട്ട് നടക്കുമ്പോൾ ഒടിയുന്ന ആണല്ലേ? ഇതുകൊണ്ട് ഈ തെങ്ങ്, പിന്നെ ഈ വാഴ ഉള്ളതുകൊണ്ട് ഈ തെങ്ങ് കളഞ്ഞില്ല. ഈ വാഴ ഇവിടെ ഒരു വാഴ അത് പറിച്ചതാ പറഞ്ഞല്ലേ. പിന്നെ ഇവിടെയൊക്കെ വാഴയൊക്കെ അതൊക്കെ വാഴ ഉള്ളതായിരുന്നു. ഓഹോ, എങ്ങനെയായാലും കളയോ അല്ലേ? ഈ കാപ്പി ഉണ്ട്, ആ കാപ്പി അത് കുടിച്ചല്ലേ? കുടിച്ചു. അതൊക്കെ ഇനി പോവുള്ളായിരിക്കും അല്ലേ? അതിനി വെട്ടി കളയാനേ പറ്റുള്ളൂ. ആണല്ലേ? അതിപ്പം വെയിലാകുമ്പോൾ ഉണങ്ങിപ്പോവും. ഇപ്പം മഴ കൊണ്ട് അങ്ങനെ നിൽക്കുന്ന. നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് കൊടുത്താലും കിട്ടുന്നില്ലല്ലോ അല്ലേ? എവിടെ, അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാലായി കിട്ടില്ലല്ലേ. കഴിഞ്ഞ കൊല്ലം കൊടുത്തൊന്നും കിട്ടിയിട്ടില്ല. ആണല്ലേ? അല്ല, ഞാൻ ഇപ്പം ഇച്ചിരി മുന്നേ സംസാരിച്ച ആൾ 3 വർഷമായിട്ട് ഉള്ളത് കിട്ടിയിട്ടില്ല.
കാപ്പിയൊക്കെ ഒടിച്ച് ഓരോക്കെ എല്ലായിടത്തും ഒടിച്ചിട്ടാണ് പോയിരിക്കുന്നതല്ലോ. കാപ്പി കമ്പ് കംപ്ലീറ്റ് ഒടിച്ച് കളയുകയാണ്. അങ്ങോട്ടൊക്കെ ഒത്തിരി കാപ്പി കളഞ്ഞിട്ടുണ്ട്. കുറേ കളഞ്ഞിട്ടല്ലേ. ഇതുണ്ടോ ഇതേപോലെ മുളച്ച് അല്ലെങ്കിൽ കായ്ച്ച് നിൽക്കുന്ന വലിപ്പായ കുരുവല്ലേ, കുരുക്കളുള്ള കാപ്പിക്കുരുവുള്ള ചെടികളാണ് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. അതായത് അടുത്ത വർഷം ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ടോ ഇത് പാകത്തിനാകുന്ന ആദ്യം കളഞ്ഞ തെങ്ങ, അത് ചൂട് തിരിഞ്ഞ തെങ്ങായിരുന്നു അല്ലേ. ഇതൊക്കെ ഇങ്ങനെ കളയുന്നതായിരിക്കും അല്ലേ. ഇഷ്ടംപോലെ കളയുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും. രണ്ട് കവുങ്ങിൻ്റെ ഇവിടെ ഒടിച്ച് ചവിട്ടിക്കളഞ്ഞു. ഇതൊക്കെ ചവിട്ടി ഇറങ്ങിപ്പോയ കാൽപ്പാടുകളാണ് കാണുന്നത്. ഇത് ഒടിച്ച് കുറച്ചുള്ള ഞാനത് ഓർത്ത് വെച്ചതാണ്. ഏതാ? കവുങ്ങൻ തൈ അല്ലേ. ഒരു കവുങ്ങൻ തൈ കിടക്കുന്നതാണ് കാണുന്നത്. 2 കളഞ്ഞു കേട്ടോ. എങ്ങനെ പോയാലും നഷ്ടമല്ലേ. ഒരു ആന ഇറങ്ങി കയറിപ്പോയാൽ. ഇത് ആനപ്പെടുത്തിയാ കവുങ്ങ, വലിയ കവുങ്ങ. അത് ഞാൻ മുറിച്ചു കൊണ്ടുപോയി മുറിച്ചെടുത്തല്ലേ. അങ്ങോട്ട് പെട്ടിട്ടുണ്ട് കാപ്പിയൊക്കെ തുറക്കാനും കുറേ പോയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. നിരവധി കാപ്പിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നാ ചേട്ടന്മാർ. നമ്മളേതായാലും മുഴുവനായിട്ട് പോയി കാണാനായിട്ട് പോകുന്നില്ല, കാരണം ഒരേപോലെ തന്നെയാണ് എല്ലായിടത്തും. ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടോ, എങ്ങോട്ട് നോക്കിയാലും ഇതുപോലെ കാപ്പി പടുത്തിയിട്ടിരിക്കുന്നതാണ്, കമ്പ് ഒടിച്ചിട്ടിരിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ നോക്കിയാൽ ഇത് തന്നെയാണ് കേട്ടോ. ഒക്കെ ഒടിഞ്ഞു പോയേക്കുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ ആ വഴിക്കുള്ളത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോവുകയാണ്. അതാണിപ്പോൾ നടക്കുന്നൊരു സംഭവം കേട്ടോ. ഇഞ്ചിക്കണ്ടൊക്കെ കളഞ്ഞായിരിക്കും അല്ലേ. അതെ, ഇഞ്ചിക്കണ്ടത്തിൽ കൂടെ ഒക്കെ ചവിട്ടിപ്പോയി. അങ്ങനെ അവിടെയും നഷ്ടം വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയൊന്നും ആനയ്ക്ക് ആവശ്യമുള്ള സാധനമല്ല, പക്ഷേ ആന നടന്നു പോകുമ്പോൾ ആ വഴിക്കുള്ള ഇഞ്ചി കണ്ടങ്ങൾ, കാപ്പി തൈകളൊക്കെ ഇങ്ങനെ ഒടിച്ച് പറിച്ചിട്ടേക്കുന്നുണ്ട്. കാരണം ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന തൈകളാണ് ഈ നശിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രയാസം എന്താണെന്നുള്ളത് നമുക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാവില്ല കേട്ടോ. കാരണം അവരുടെ ശരിക്കും കാപ്പി മാത്രമേ ഇപ്പോൾ വരുമാനമുള്ളൂ അല്ലേ. അതെ, കാപ്പി മാത്രമേ ഉള്ളൂ. കവുങ്ങൊക്കെ പോയല്ലോ. അതെ അതെ അതെ. ഇത് ഒരുപാട് കവുങ്ങ് ആന ഒടിച്ച് കളഞ്ഞു ഈ പറമ്പിൽ നിന്ന്. ആണല്ലേ. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ 52 വർഷം കഴിഞ്ഞു. 52 വർഷം അല്ലേ. ഇവിടെ അന്ന് മുതലുണ്ടോ ഇത്രയും പ്രശ്നം? അന്ന് ഇത്രയൊന്നുമില്ല. ആണല്ലേ. ഇപ്പോൾ എത്ര നാളായി ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 വർഷത്തിന് ഇങ്ങോട്ടാണ് ഭയങ്കര ശല്യം മൃഗങ്ങളുടെ. ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തിയത് ഇപ്പോൾ ഒരു കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ അല്ലേ. ഒന്നും മേലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. ഇതൊക്കെ ചുവട് തിരിഞ്ഞ തെങ്ങൊക്കെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശം വിട്ട് പോയില്ലേ. കുറേ പേര് പോയി. ഇവിടെയൊക്കെ ഒരുപാട് ചുവട് തിരിഞ്ഞ തെങ്ങുണ്ടായിരുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് തെങ്ങ കിട്ടിയാനെ. നേരത്തെ തേങ്ങയ്ക്ക് ഇത്ര വിലയും കൂടെ ഉള്ളപ്പോൾ 5-8 കൊല്ലം മുമ്പ് മുതൽ തെങ്ങ് കളഞ്ഞതാണ്. ആനയും മാനും കുരങ്ങും അല്ലേ. അതെ, ആനയും മാനും കുരങ്ങും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പറമ്പ് നിറച്ച് മാന. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ മൂടക്കൊല്ലി, വാഗേരി മൂടക്കൊല്ലി ഭാഗത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്. കുംകിയാനകളെ കൊണ്ടുവന്നിട്ടും ഒരു പ്രയോജനവും ഈ നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഒരേപോലെ സംസാരിക്കുന്ന, ഒരേ സ്വരത്തിൽ അവരെല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. കുംകിയാനകൾ വന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ആകുന്നില്ല. കുംകിയാനകൾ വന്നതിന് ശേഷം ഇപ്പോൾ ആനശല്യം കൂടിയതുപോലെയാണ് അവർക്കൊക്കെ തോന്നുന്നതെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ പറമ്പിൽ ചെല്ലുമ്പോഴും നിരവധി വിളകളാണ്, കാർഷിക വിളകളാണ് നശിപ്പിച്ച രീതിയിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. ഫെൻസിങ്ങും കാര്യങ്ങളും ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആനകൾ ഇതുപോലെ പറമ്പിലേക്ക് ഇറങ്ങുന്നതെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ച ആളുകളൊക്കെ നമ്മോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടാണ്. എവിടെ ചെന്ന് നോക്കിയാൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നിരവധി കാണാനുണ്ട്. മൂടക്കൊല്ലി ടൗൺ വരെ ഇപ്പോൾ ആന എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളിപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ആളുകൾ വേറെ നിവൃത്തിയില്ലാതെ വന്നിട്ട് പ്രതികരിക്കുന്ന രീതികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ വന്യമൃഗങ്ങളെ നേരിടുമെന്ന് വരെ അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രതിഷേധം തന്നെയാണത്. കാരണം വേറെ നിവൃത്തിയില്ലാതെ വരുമ്പം മനുഷ്യരെന്ത് ചെയ്യും? അതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് വാഗേരി മൂടക്കൊല്ലി പ്രദേശത്തുള്ള ആളുകളുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.